ഹായ്, ഞാൻ ഡോക്ടർ അന്നു തോമസ്, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പന്തളം. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ ചേച്ചിയുടെ ഡെലിവറി 1 മാസം മുൻപായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ആരോടും മിണ്ടുന്നില്ല, കുഞ്ഞിനെ നോക്കുന്നില്ല, ഫീഡ് ചെയ്യാൻ പോലും മടിയാണ്, എപ്പോഴും ഭയങ്കര ദേഷ്യം. ഇതെന്തുകൊണ്ടായിരിക്കും മാം ഇങ്ങനെ? ഓക്കെ, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗത്തെക്കുറിച്ചാണ്. ഗർഭകാലം, പ്രസവത്തിന് ശേഷമുള്ള 1-2 മാസങ്ങൾ, 1 വർഷം വരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡാണ്. നോർമലി ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ നോർമലായിട്ടുള്ള ചില ഹോർമോണൽ ലെവൽസിൽ വരുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന മെഡിക്കലിയും കോമൺ ആയിട്ട് ബേബി ബ്ലൂസ് എന്നും പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഈ ബേബി ബ്ലൂസ് പ്രസവത്തിന് ശേഷം 2-3 ദിവസം മുതൽ 2 ആഴ്ച വരെ നീണ്ടു നിൽക്കാവുന്ന ഒരവസ്ഥയാണ്. ഈ ബേബി ബ്ലൂസിൽ സാധാരണയായി നമ്മൾ കാണുന്നത് മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന മൂഡ് ചേഞ്ചസ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ടെൻഷൻ ഉണ്ടാവുക, ഉറക്കമില്ലായ്മ, ഇതൊക്കെയാണ്. ഇത് ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ തന്നെ റിസോൾവ് ചെയ്യുന്നതായിട്ട്, തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില സ്ത്രീകളിൽ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള, കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കേസിലും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പല പഠനങ്ങളും പ്രകാരം 5-1 സ്ത്രീകൾക്ക് വീതം ഉണ്ടാകാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് നോക്കാം. ഞാൻ ഈ പറയുന്നതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ യൂഷ്വൽ സിംറ്റംസ്. അമിതമായുള്ള ദുഃഖം, അതായത് പെർവേസീവ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള വിഷമ മനോഭാവം അല്ലെങ്കിൽ സാഡ്നെസ്, ഒരുപാട് കരയുക, അമിതമായുള്ള ദേഷ്യം, ബേബിയെ നെഗ്ലക്റ്റ് ചെയ്യുക, ബേബിയെ ഫീഡ് ചെയ്യാതിരിക്കുക, ബേബിയെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ ഹാം ചെയ്യാൻ വരെയുള്ള ചിന്തകൾ ഉണ്ടാവുക, ബേബിയുമായൊരു ബോണ്ട് ഫോം ചെയ്യാതിരിക്കുക. പിന്നെ സെൽഫ് ക്രിറ്റിസിസം, അതായത് സ്വയം പഴിചാരൽ, താനെന്തോ കുറ്റം ചെയ്തു എന്നുള്ള ഒരു തോന്നലുണ്ടാവുക, അതിനെ ചൊല്ലി ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുക, സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. ഉൾവലിയുക, അതായത് വീട്ടുകാരോടും മറ്റ് ബന്ധുക്കളോടും സാധാരണ പോലെ ഇൻറ്ററാക്റ്റ് ചെയ്യാതെ ഉൾവലിയുക, സംസാരം കുറയുക, സാധാരണയിൽ നിന്നും ഉത്സാഹം കുറയുക, ജോലികളൊന്നും ചെയ്യാതിരിക്കുക, എപ്പോഴും കിടക്കുക. ഇതുകൂടാതെ ടയേർഡ്നെസ്, അതായത് അകാരണമായിട്ടുള്ള ഒരു ക്ഷീണം, റെസ്റ്റ്ലെസ്നെസ്, പിന്നെ ആപ്പറ്റൈറ്റ് കുറയുക, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ. ഇതുകൂടാതെ സ്യൂസൈഡൽ തോട്ട്സും ഉണ്ടാവാറുണ്ട്. തോട്ട്സ് ക്ലിയർ ആവാത്ത അവസ്ഥ, അതായത് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയും ഇതിൽ കണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം തന്നെ എല്ലാവരിലും ഉണ്ടാവണം എന്നില്ല. എന്നിരുന്നാലും ഇത് തിരിച്ചറിയുക വളരെ പ്രധാനമാണ്. കാരണം ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും, കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് വളർച്ചയെയും സാരമായ രീതിയിൽ ഇത് ബാധിച്ചേക്കാം. മാം, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണെന്ന് മനസ്സിലായാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ ഈ ഒരു അവസ്ഥയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. കാരണം ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ മാസങ്ങളോളം, ചിലപ്പോൾ അതിലും കൂടുതൽ നീണ്ടു നിന്നേക്കാം. ഇപ്പോഴും പല ആളുകളും തിരിച്ചറിയാതെ പോകുന്ന ഒരു കണ്ടീഷനാണിത്. മറ്റൊരു കാര്യം, ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് ആത്മഹത്യാ പ്രവണത, അതായത് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളോട് ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് തീർച്ചയായും അത് ഷെയർ ചെയ്യേണ്ടതാണ്. ഒരിക്കലും അത് ഉള്ളിലൊതുക്കി സപ്രസ് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം ഒരാളുമായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കണ്ടീഷനാണുള്ളത്. അപ്പോൾ ഇതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതവർക്ക് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. എങ്ങനെയുള്ള സ്ത്രീകളിലാണ് മാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ? പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ട്രോമ, അബ്യൂസ്, അതായത് ശാരീരികോപദ്രവം, മാനസികമായ സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ, പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം നേരിടേണ്ടി വരുന്ന സ്ത്രീകളിലാണ് കൂടുതലായും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതൽ. ഇതുകൂടാതെ ജനറ്റിക് റിസ്ക് ഉള്ളവരിലും
ഇതിനു മുൻപ് തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ കണ്ടീഷൻസ് ഉണ്ടായിട്ടുള്ളവരിൽ ഇത് വരാനുള്ള റിസ്ക് കൂടുതലാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന ഈ അവസ്ഥ ഉണ്ടാവാതെ നോക്കാൻ അല്ലെങ്കിൽ തടയാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായും ഒരു പരിധി വരെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക എന്നുള്ളതാണ്. എന്താണൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം? ഒന്നാമതായി സേഫായിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, ഒരു പരിസ്ഥിതി സ്ത്രീക്കും കുഞ്ഞിനും കൊടുക്കുക. രണ്ടാമതായി ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കുഞ്ഞിനെ നോക്കുന്നതിലും മറ്റു കാര്യങ്ങളിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക, അതായത് ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് എടുക്കുക. മൂന്നാമതായി സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കുക, അതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കുക. അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. പിന്നെ അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം, അവരുടേതായിട്ടുള്ള അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം ലഭ്യമാക്കുക. പിന്നെ പോഷകാഹാരവും ആവശ്യത്തിന് ഉറങ്ങാനുള്ള സമയവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു പരിധി വരെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകൾ നമുക്ക് നല്ലൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.